നമസ്കാരം. അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ, വെമ്പായം. 2024 പുതിയ വർഷം കുംഭം രാശിക്കൂറുകാർക്കുള്ള ഗുണങ്ങളും ദോഷങ്ങളും പരിഹാരങ്ങളുമാണ് പറയുന്നത്. കുംഭക്കൂറ് എന്ന് പറയുന്നത് അവിട്ടത്തിൻ്റെ അവസാനത്തെ 30 നാഴികയും ചതയവും പുരുരുട്ടാതിയുടെ 3/4 ഭാഗവും കൂടെ ചേർന്നതാണ് കുംഭരാശിക്കൂറ്. ഈ കൂറുകാർക്ക് ജന്മശനി എന്ന് പറയുന്ന ഒരു ദോഷമുണ്ട്. അത് വളരെ കുരുക്ക് പിടിച്ചതാണ് ജന്മശനി. മെയ് മാസം വരെ വ്യാഴം 3-ലാണ്, അതും ദോഷമാണ്. രാഹു ഒക്ടോബർ 30 മുതൽ 2-ലാണ്. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ എല്ലാ ഗ്രഹങ്ങളും നമുക്ക് പിഴച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ ഭജിച്ച് തന്നെ കഴിയണം. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കുരുക്കും ഉണ്ടാവില്ല. എത്ര വലിയ ശത്രുക്കളും മൃത്യുക്കളും ദോഷങ്ങളും കടങ്ങളും അപകടങ്ങളും ഉണ്ടെങ്കിലും ഈശ്വരൻ നമുക്ക് അനുകൂലിച്ച് വന്നാൽ നമുക്കൊരു ദോഷങ്ങളും ബാധിക്കില്ല. ചന്ദ്രസ്തു നിധനം പ്രാപ്തോ സപ്തമം ബുധലോഹിതോ ദ്വാദശം ഭാസ്കരക ഷഷ്ടം ഭൃഗുപുത്ര സമാശ്രിതേ തൃതീയം ദേവമന്ത്രിയ. അപ്പോൾ തൃതീയത്തിൽ ദേവമന്ത്രിയായ വേഴം നിൽക്കുകയും രാഹു കേതു ശനൈശ്വര്യാഹ ജന്മസ്ഥേ. രാഹുവും കേതുവും ശനി ജന്മത്തിൽ നിൽക്കുന്ന സമയവും പ്രാണസന്ദേഹം കുറുവന്തേ തേന സംശയ. പ്രാണസന്ദേഹം എന്ന് വെച്ചാൽ ഒരാൾ മരിച്ചു കളയുമോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന സമയമാണ്. അയാൾ അത്രയ്ക്കും സന്തോഷമായിട്ട് ജീവിച്ചിട്ട് പെട്ടെന്ന് അങ്ങേര് മരിക്കാനുള്ള കാരണം തരും എന്ന് തോന്നി. പെട്ടെന്നുണ്ടാകുന്ന അറ്റാക്കുകളും അപകടങ്ങളും മരണഭയങ്ങളും ഒക്കെ ഉള്ള ഘട്ടമാണ്. അപ്പോൾ ഈ കൊല്ലം നമുക്ക് തുടക്കം ഇത്തിരി ദോഷം തന്നെയാണ്. 7ാം ശനി 2025-നാണ് ആ ജന്മശനി മാറുന്നത്. വളരെ ദോഷമാണ്. ഈ വീഡിയോ കേൾക്കേണ്ടിയിരുന്നു, കാണേണ്ടിയിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോവും. അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ തന്നെ ശ്രമിച്ചാൽ പറ്റും. വിധിയെയും മതി കൊണ്ട് വെല്ലല എന്നാണ്. വിധിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. മതി ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നേട്ടം കൈവരിക്കാം. അതിലാദ്യമായിട്ട് നിങ്ങളെ നേട്ടം കൈവരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങളുടെ തൊഴിൽ, സാമ്പത്തിക ഇടപാടുകൾ, പുതിയ സംരംഭങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. കാരണം മെച്ചം കിട്ടുന്ന സമയമല്ല. 7ാം ശനിയുടെ ജന്മശനി നമുക്ക് നാനാരോഗം, പല പല അസുഖങ്ങളുണ്ടാവും. സുഖത്തിനും ദാമ്പത്തികം പുരോഗതിക്ക് ഒക്കെ തടസ്സം. സാമ്പത്തികം എത്ര രൂപ കൈ വന്നാൽ ഈ പൈസ എങ്ങോട്ട് പോയാൽ എന്തോ ഭഗവാന്, എവിടെ ചിലവാക്കിയാൽ എന്തോ, ഇനി ബാക്കി പൈസ എവിടെയെങ്കിലും വച്ചത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ എന്തോ, ഈ പൈസയൊന്നും കണ്ടില്ല എന്ന് തോന്നുന്ന തരത്തിലുള്ള അവസ്ഥ. ദാമ്പത്യം എന്ന് പറയുന്നത് ചെറിയ ചെറിയ കുടുംബ കലഹങ്ങൾ. ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ഭാര്യ സ്നേഹിക്കണില്ല, ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ ഭർത്താവ് സ്നേഹിക്കണില്ല. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അടിയും വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി കളയരുത്. ഒരു ഫോണ് മതി നിങ്ങളുടെ ജീവിതം തകർക്കാൻ. കാരണം 5 തവണ വിളിച്ചെനിക്കും കിട്ടത്തില്ല, ഞാൻ ഇവിടെ പോയി ആരുടെ സംസാരിച്ച് എന്തിനു ചെയ്തെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ചോദിക്കുകയും ഭർത്താവ് ചോദിക്കുകയും ചെയ്താൽ അതോടുകൂടി മതി നീ ആയിട്ടുള്ള എല്ലാ ഇടപാടും തീർത്തിരിക്കുകയാണ്, നിനക്ക് ചെയ്യാനുള്ള നീ ചെയ്തോ എന്ന് പറഞ്ഞൊരു വാക്കിൽ കുടുംബം അവസാനിപ്പിക്കുന്ന സമയം. അയാൾ അത്രയും കാലം ഞാൻ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഭർത്താവായിട്ടോ ജീവിച്ചിട്ട് എൻ്റെ ഒരു സ്നേഹമായ വാക്ക് പോലും പറയാത്ത സ്ഥിതിക്ക് എനിക്കിനി ജീവിതം വേണ്ടാന്ന് തോന്നി ആത്മഹത്യ ചെയ്യാൻ തോന്നുന്ന സമയം. അപ്പം നിങ്ങളുടെ സ്നേഹവും സഹായവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയ്ക്കും ഭർത്താവിനും ഉണ്ടെങ്കിൽ മാത്രമേ കുടുംബ ബന്ധം വരെ തകർന്നു പോവാതിരിക്കൂ. അതുകൊണ്ട് പെണ്ണും ചെറുക്കനും തമ്മിൽ ഭയങ്കര പരിചയം നോക്കിയാണ് കല്യാണം നടത്തി പെണ്ണും ചെറുക്കനും തമ്മിൽ വിരോധമില്ല എങ്കിലും വീട്ടിലെ ബന്ധുക്കൾ തമ്മിലും കുടുംബക്കാർ തമ്മിലുള്ള അടിയും അക്രമങ്ങളും വാശികളും കൊണ്ട് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോവാതിരിക്കാൻ നമ്മൾ വ്യക്തികൾ ശ്രമിക്കണം. അച്ഛൻ പറയണതാണ് ശരി, അമ്മച്ചി പറയണത് ശരി, നിങ്ങളുടെ ജീവിതം തുലച്ച് കളയരുത്. അങ്ങനെ സാമ്പത്തികത്തിനും പുരോഗതിക്കും തടസ്സം. സ്ഥാനമാനങ്ങൾ പോവും. സ്ഥാനവും മാനവും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു നല്ല അധികാരത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെന്നപ്പോൾ നിങ്ങൾക്ക് ആ വർക്ക് തന്നില്ല, അല്ലെങ്കിൽ ആ ജോലി കിട്ടിയില്ല,
അല്ലെങ്കിൽ ഞാൻ അവിടെ ഒരു പരീക്ഷയ്ക്ക് പോയി, എനിക്ക് സെലക്ഷൻ കിട്ടിയതാണ്, പക്ഷേ എനിക്ക് ജോലി തന്നില്ല, നല്ല സാലറി തന്നില്ല, പ്രൊമോഷൻ തന്നില്ല, ഞാൻ അവിടുത്തെ എല്ലാം ആയിരുന്നു, ഈ പഞ്ചായത്തിലെ പ്രധാനിയായിരുന്നു, എനിക്കാണ് ഇവിടുത്തെ അധികാരം സെക്രട്ടറി ആക്കാനും പ്രസിഡൻ്റ് ആക്കാനും ഒക്കെ അവർ ശ്രമിക്കാതെ എന്നെ തള്ളിക്കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പോവുകയാണ്, ജോലിയിൽ നിന്ന് രാജിവെച്ച് പോവുകയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇത്രയും കാലം കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു സ്ഥാനവും അധികാരങ്ങളും നിങ്ങൾ തന്നെ ചവിട്ടിയെടുത്ത് കളഞ്ഞിട്ട് പോകുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയമാണ്. നമ്മളെ തള്ളിയിടാൻ ശ്രമിക്കണമെങ്കിൽ തള്ളിയിട്ടോ വീണോ മാറിപ്പോയ്ക്കോ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ തൊഴിലും അധികാരവും നേതൃത്വങ്ങളും സംഘം, സമുദായം, രാഷ്ട്രീയ രംഗങ്ങളിൽ നമുക്ക് കിട്ടിയ സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് കളയാൻ നമ്മൾ ശ്രമിക്കുകയും നമ്മളെ പൊക്കിയെടുത്ത് കളയാൻ അധികാരികളും മറ്റുള്ള ആൾക്കാരും പണിയുകയും ചെയ്യാത്ത ആരോപണങ്ങൾ നമ്മളെ മണ്ടേ കെട്ടിവെച്ച് നമ്മളെ കേസിൽ കുരുക്കാൻ ശ്രമിക്കുകയും മാനസികമായിട്ട് തകർന്ന് വിഷമിച്ച് പോവുകയൊക്കെ ചെയ്യുന്ന സമയമാണ് ഈ 7 ശനിയുടെ ജന്മശനി. രാമലക്ഷ്മണന്മാർ വരെ രാജ്യവും ഭരണവും നഷ്ടപ്പെട്ട് വനിറ്റ് കയറിയ സമയമാണ്. അറിയാലോ, രാജാവായി അച്ഛൻ സ്വത്തും വക അധികാരവും കൊടുത്ത് രാജാവാക്കി, സഹോദരൻ കൂടെ വനത്തിൽ പോയി. പക്ഷേ അമ്മയും മന്ദരയും കൂടെ ചെയ്ത പരിപാടി, അപ്പോൾ സ്വന്തം വീട്ടിലുള്ള അമ്മ, കുഞ്ഞമ്മ, അമ്മ വർഗത്തിൽപ്പെടുന്ന ആൾക്കാർ പോലും നമ്മളോട് ശത്രുവാകുന്ന സമയമാണ്. ഇപ്പോൾ ഇത്രയും സ്നേഹിച്ച് വളർത്തിയ അമ്മയും നമ്മളെ കുഞ്ഞമ്മയും അമ്മാവിയൊക്കെ നമ്മളോട് വിരോധം കാണിക്കുമ്പം ഇന്നാൾ വന്ന ഭാര്യ പിന്നെ എത്ര സ്നേഹം കാണിക്കും. അതുകൊണ്ട് നമ്മൾ മയമായിട്ട് പോകണം. വീഴ്ച, ഒടിവ്, അപകടമൊക്കെ ഉള്ളതുകൊണ്ട് വാഹനങ്ങൾ ഓട്ടിക്കണം, സൂക്ഷിക്കണം. എല്ലാ സാമ്പത്തിക ഇടപാടുകളും റെക്കോർഡിക്കലായിട്ട് ചെയ്യണം. ആർക്കും ജാമ്യം നിൽക്കാനും പൈസ വാങ്ങിച്ച് കൊടുക്കാനും പോകരുത്. പുതിയ പദ്ധതികളെല്ലാം പെട്ടെന്നങ്ങ് നിന്നു പോകുന്നത് പോലെ ഒന്ന് സ്റ്റോപ്പായി പോകും. ഉള്ള ബിസിനസ്സിലും വലിയ മെച്ചമൊന്നുമില്ല. അത് ഒരുപാട് കിട്ടുന്ന പൈസ നമുക്ക് ടാക്സ് അടയ്ക്കാനും തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ട് ഉള്ള ബിസിനസ് മതിയാക്കി കളഞ്ഞാൽ കൊള്ളാമെന്നൊരു തോന്നും. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള അക്രമങ്ങൾ ചെയ്യാതെ നമ്മുടെ തൊഴിലിന് നല്ല പുരോഗതി കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി നിന്നാൽ മതി. നിങ്ങളൊരു സ്ഥാപനം നടത്തുന്ന ഒരാളാണെങ്കിൽ അവിടെ വരുന്ന ആൾക്കാരുടെ നമ്മുടെ തൊഴിലാളികൾ അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി അമ്മമാർ കലപിച്ച് പോകണമെന്ന് നോക്കിക്കോണം. നമ്മൾ തന്നെ നേരിട്ട് കുറച്ചും കൂടെ അവിടെ വന്ന് എല്ലാവരോടും നല്ല രീതിയിൽ സ്നേഹിച്ച് സന്തോഷിച്ച് പോയാൽ നമ്മളെ കസ്റ്റമർ നമ്മളെ കളഞ്ഞിട്ട് പോവില്ല, നമ്മളെ തൊഴിലാളി നമ്മളെ കളഞ്ഞിട്ട് പോവില്ല, നമ്മളെ മുതലാളി നമ്മളെ കളഞ്ഞിട്ട് പോവില്ല. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രമവും സ്നേഹവും നമ്മൾ ചെയ്യുന്ന ജോലിയിലുള്ള ആത്മാർത്ഥതയും കൊണ്ട് നിങ്ങളെ ജോലിക്കും പൈസയ്ക്കും പുരോഗതിക്കും നേട്ടം കൈവരിക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ നമ്മളെ തൊഴിലും ധനവും പണവും ജോലി നഷ്ടപ്പെടാതെ നമ്മൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഏത് രാജ്യത്ത് നിന്നാലും ഏത് ഉദ്യോഗത്തിൽ ഇരുന്നാലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നാലും നമുക്ക് കൈവിട്ട് പോകുന്ന ഭാഗ്യങ്ങളെ നിലനിർത്തി നമ്മൾ അത് നല്ല രീതിയിലാക്കി തീർക്കാനുള്ള ഒരു കഠിനമായ പരിശ്രമം നമ്മൾ ചെയ്യണം. നമ്മൾ നവഗ്രഹ പൂജ, ഐശ്വര്യപൂജ, ശത്രുന്മാര പൂജ, ശാസ്താവിന് പ്രത്യേക പൂജ വഴിപാടുകളൊക്കെ നടത്തണം. ശബരിമല പോകാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ശബരിമല പോവാം. ഇല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള ശാസ്താക്ഷേത്രങ്ങളിൽ ദർശനം, വഴിപാട്, പൂജയൊക്കെ നടത്താം. ശബരിമല പോകണവരൊരു നെത്തേങ്ങയെങ്കിലും കൊടുത്തു വിടണമെങ്കിൽ കൊടുത്തു വിടാം. അങ്ങനെയൊക്കെ ശനീശ്വരൻ, ഹനുമാൻ, മുരുകൻ മുതലായ ദേവന്മാരെ ഭജിച്ച് പ്രവർത്തിക്കണം. ഈ വർഷത്തിൻ്റെ ആദ്യഘട്ടം മെയ് മാസം വരെ സർജറിയൊക്കെ വേണമെന്ന് പറയും, പല പാർട്സുകളും മാറ്റി വയ്ക്കണമെന്നൊക്കെ പറയുന്ന സമയമാണ്. അപ്പോൾ ചിലർ നമ്മൾ ചെയ്താൽ നിങ്ങൾക്ക് വലിയ കുഴപ്പം ആണെങ്കിൽ വെന്റിലേറ്ററൊക്കെ കിടക്കണ ഒരാൾ ചെയ്യണമെങ്കിൽ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വേറെ കുഴപ്പമൊന്നുമില്ലാതെ സ്വാഭാവികമായിട്ട് ജീവിക്കുന്ന ആരോഗ്യമുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഈ സമയത്ത് കത്തിവയ്ക്കാനൊന്നും പോകാതിരിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു കുഴപ്പമില്ലാത്ത നമ്മൾ രോഗിയാവണേനേക്കാളും രോഗമുള്ളവൻ ചികിത്സിച്ചോട്ട് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് ചെറിയ രോഗമുണ്ട്, അതുകൊണ്ട് നമുക്ക് സർജറി വേണമെന്ന് എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, എന്നാലും ആശുപത്രിക്കാർ പറഞ്ഞുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ലാത്തവർ ഈ സമയത്ത് ചെന്ന് ചാടിക്കൊടുക്കരുത്, കുഴപ്പങ്ങളാണ്. മെയ് മാസം കഴിയുമ്പോൾ അവർക്ക് അസുഖം മാറി നല്ല സന്തോഷം കിട്ടി, 3 വേഴം മാറി 4 വരും. 4 വേഴം വരും വീടും വസ്തുവും കെട്ടിടവും വാഹനവും അഭിവൃദ്ധിയും ശരീരസുഖവും മനസ്സുഖവും ബന്ധുഗുണവും സമ്പത്ത്, സന്തതി, സൗഭാഗ്യം, ഐശ്വര്യം ഇതൊക്കെ
വേഴഗ്രഹം 4-ൽ സഞ്ചരിക്കുമ്പോൾ കിട്ടും. അപ്പോൾ ദശയുടെ ആദ്യകാലം നമുക്ക് വർഷത്തിൻ്റെ ആദ്യകാലം നമുക്ക് ജന്മശനി 2025 തീരും. അപ്പോൾ ഈ കൊല്ലം ശനിയുടെ രീതി വെച്ച് നോക്കുമ്പോൾ ദോഷമാണ്. 2-ൽ രാഹു നിൽക്കുമ്പോഴും കുടുംബകലഹം, ധനത്തിനും വിദ്യയ്ക്കും ഭാഗ്യത്തിനും തടസ്സമാണ്. വിദ്യയ്ക്ക് തടസ്സമൊന്നും കൊണ്ട് ഒരു അഡ്മിഷൻ കിട്ടിയാൽ പോവാതിരിക്കാൻ പറ്റുമോ? പോകണം. നല്ല വിദ്യയ്ക്ക് സരസ്വതി പൂജ, നവഗ്രഹ പൂജ, ഐശ്വര്യ പൂജ ഇതൊക്കെ ചെയ്യണം. 3-ൽ വേഴം മാറാൻ വിഷ്ണുവിന് പാൽപ്പായസം, അർച്ചന, ദർശന വഴിപാടുകളൊക്കെ നടത്തണം. പത്മനാഭസ്വാമി, ഗുരുവായൂരപ്പൻ ഇങ്ങനെയൊക്കെയുള്ള മഹാക്ഷേത്രങ്ങളിലൊന്ന് ദർശനം നടത്തിയാൽ നല്ലതായിരിക്കും. കാരണം സാധാരണ അമ്പലങ്ങൾ പോലെയല്ല മഹാക്ഷേത്രങ്ങൾ. അവിടെ എന്നും അഭിഷേകങ്ങളും പൂജകളും അർച്ചനകളും ഒക്കെ ഉള്ള വലിയ ചൈതന്യ സൃഷ്ടിക്കുള്ള ക്രിയാദികളും കലശാദികളൊക്കെ നടത്തുന്ന ദേവസ്ഥാനങ്ങൾ. അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യവും ഐശ്വര്യവും പ്രതാപവും ഒക്കെ നമുക്ക് കിട്ടണത്. അങ്ങനെ ചെയ്ത് വഴിപാടുകളൊക്കെ നടത്തും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു പ്രസാദമുണ്ട്, നിവേദ്യം, മേനി തുലാ പായസം എന്ന് പറയും. അത് ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നിവേദ്യമാണ്. അത് നമുക്ക് നടത്തുന്നത് നല്ലതാണ്. മേനി തുലാ പായസം. അപ്പോൾ തിരുമേനിന്ന് മനസ്സിൽ കണ്ടോണ്ടാതെ തിരുമേനി പായസം, തിരു മാറ്റിയാൽ മതി, മേനി പായസം എന്ന് നമുക്ക് മനസ്സിരുന്നാൽ മതി. അതൊക്കെ ചെയ്യണത് നല്ലതായിരിക്കും. കുടുംബക്ഷേത്രത്തിൽ ഭജിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എല്ലാവരോടും സ്നേഹിച്ച് ജീവിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളും പക്ഷികളും വരെ നമുക്ക് ഉപദ്രവിക്കുന്ന സമയമാണ്. അതുകൊണ്ട് പക്ഷിക്ക് നമ്മൾ സ്നേഹമായിട്ടിരിക്കണമെങ്കിലും ചിലപ്പോൾ അത് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തടവാൻ പോയാൽ ചിലപ്പോൾ അത് കടിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് നമ്മൾ പ്രവർത്തിക്കേണ്ടത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമമാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ പറയണ ഉള്ള സ്വത്ത്, വസ്തുക്കൾ, ബിസിനസ്, ഉള്ള സ്ഥാനമാനങ്ങൾ, അംഗീകാരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് ഏറ്റവും വില പിടിച്ചതാണ്. ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് ഭാര്യ ഉപേക്ഷിക്കുകയും ജോലി ഉപേക്ഷിക്കുകയും അധികാരം ഉപേക്ഷിക്കുകയൊക്കെ ചെയ്ത പരാജയം നിങ്ങൾക്കാണ്. ഞാൻ ഈ ദോഷം വരും എന്ന് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ദോഷം വരില്ല. കാരണം നിങ്ങളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ദോഷം വരാതെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന കാര്യം. ഒരാൾക്ക് അപകടം നടക്കാൻ യോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾ സൂക്ഷിച്ച് വണ്ടി ഓട്ടിക്കും. അതായിട്ട് വണ്ടിയുടെ മുമ്പ് ചാടിക്കൊടുക്കൂ, അപകടം ഉണ്ടെന്ന് ചോദിച്ചത് പറഞ്ഞില്ല, എന്നാൽ അപകടം വരട്ടെ എന്ന് വിചാരിക്കില്ല. അതുകൊണ്ട് ദോഷങ്ങൾ മാറാൻ നിങ്ങൾ ഈ പരിഹാര പൂജകളൊക്കെ ചെയ്ത് ഒരു ഭക്തനെ പോലെ സിദ്ധനെ പോലെ തന്നെ ജീവിച്ചാൽ മാത്രമേ നിങ്ങളുടെ തൊഴിലും അധികാരവും കുട്ടികളും സമ്പത്തും സന്തതിയൊക്കെ നല്ല രീതിയിൽ ആക്കി തീർക്കാൻ പറ്റൂ. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയുന്നതിലേക്ക് വേണ്ടി വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജുകൾ അയയ്ക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങളുടെ പരദേവതയായ കാല ഭൈരവ സ്വാമിയോടും അതേപോലെ ലോക രക്ഷകനായ പത്മനാഭ സ്വാമിയോടും നല്ല രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.